പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഫാർമേഴ്സ് വേൾഡ് എന്ന ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഞാലി പൂവൻവാഴ തോട്ടമാണ്. ഇതിലിപ്പോൾ മരുന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് എന്തിനെന്നാൽ ഇതുപോലുള്ള ഇല കരിച്ചിൽ, ഇല പഴുപ്പ്, പിണ്ടിപ്പുഴു എന്നീ രോഗങ്ങൾക്കുള്ള മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കർണാടകയിൽ തന്നെയാണ്. ഏകദേശം 50 ഏക്കറോളം ഉണ്ട് നമ്മൾ ഞാലിപ്പൂവൻ വച്ചിരിക്കുന്ന തോട്ടം. ഇനിയും വേറെ നേന്ത്രവാഴയൊക്കെ, പച്ചവാഴ ഒക്കെ വെക്കുന്ന തോട്ടം ഞാൻ ഈ വീഡിയോയ്ക്ക് പിന്നാലെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഇതിന് പ്രയോഗിക്കുന്ന മരുന്നുകളെപ്പറ്റി ഞാൻ വിശദീകരിച്ച് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ തോട്ടം. ഇതിപ്പോൾ നമ്മൾ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീനിലാണ് അടിക്കുന്നത്. ഇതാണ് മരുന്ന് കലക്കി ഇതിലാണ് നമ്മൾ മരുന്ന് കലക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മെഷീൻ. മരുന്ന് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇല കരിയുന്നതിന്, പിണ്ടിപ്പുഴു, ഇല പഴുപ്പ്, ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് ചെയ്യുന്നതാണ്. വന്നിട്ടുള്ള വാഴയ്ക്കും, രോഗം വന്നിട്ടുള്ള വാഴയ്ക്കും ഇനിയും വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മരുന്ന് അടിക്കുന്നത് മെഷീനിലാണ്, ഇലയ്ക്കാണ് നമ്മൾ അടിക്കുന്നത്. ഇതാണ് ഇങ്ങനെ ഇലയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. ഇലയിലും വാഴയിലും എല്ലാം മൊത്തത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് ഇങ്ങനെ കൊടുക്കുവാണ്. ഇതിൻ്റെ മരുന്നുകളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മരുന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് ചേർക്കേണ്ട വിധവും കാണിക്കുന്നതാണ്. ഈ സൈഡിലെല്ലാം ഉണ്ട്. നമുക്ക് ഏകദേശം 50 ഏക്കർ വാഴ വെക്കുന്നത് 6 അടി ഇടവിട്ടാണ്. അറിയാത്തവർക്കായി പറഞ്ഞു തരുന്നതാണ്. 6 അടി അകലമാണ് നമ്മൾ വാഴ വെക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെയാണ് 6 അടി. ഇവിടുന്ന് 6 അടി വരണം, ഇങ്ങോട്ടും 6 അടി വരണം. മരുന്നുകളെപ്പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇത് 200 ലിറ്റർ ബാരലിലേക്ക് ഒരെണ്ണമാണ് ചേർക്കേണ്ടത്. ഇത് ഇംപ്രഷൻ എന്ന മരുന്നാണ്. ഇത് ഒരു ബാരലിലേക്ക് 200 ഗ്രാം. ഇതിപ്പോൾ 400 ഗ്രാമാണ് ഉള്ളത്. അത് കലക്കി ഒരു ബക്കറ്റിൽ കലക്കി ഈക്വലായിട്ട് 2 ബാരലിലേക്ക് ചേർത്താൽ മതിയാവും. പിന്നെ ഈ മരുന്ന് 400 ml ഒരു ബാരലിലേക്ക്. പിന്നെ പുഴുമരുന്നിനുള്ള വാലിഡയാണ് ഇത്. ഇത് 200 ml ചേർക്കണം. 400 ml ഒരു ബാരലിലേക്ക്. ഏകദേശം 1 ഏക്കറിലേക്ക് നമുക്ക് വേണ്ടുന്നത് 6 ബാരൽ മരുന്നാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ഈ മരുന്നിൻ്റെ ഫോട്ടോയും ചേർക്കുന്നതായിരിക്കും. താങ്ക് യു.